പാതിവില തട്ടിപ്പ് നിയമസഭയിലേക്കും എത്തുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം ഇന്ന് സബ്മിഷനായി സഭയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സബ്മിഷനായി വിഷയം സഭയിൽ ഉന്നയിക്കും. മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്യും. പ്രശാന്ത് കൃഷ്ണ സഭയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, അങ്ങനെ സംസ്ഥാനം ഓരോ ദിവസവും ഞെട്ടുന്ന തരത്തിലുള്ള തട്ടിപ്പ് കേസ് നിയമസഭയിലേക്ക് കൂടി എത്തുകയാണ്. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയുകയുമാണ്. എപ്പോഴാണ് സബ്മിഷൻ? കേരളം ആകെ വ്യാപിച്ചു കിടക്കുന്ന പാതിവില തട്ടിപ്പ് അത് നിയമസഭയിലേക്ക് വരികയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കുന്നു. ഈ വിഷയത്തിൽ പാതിവില തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ആകമാനം എല്ലാ ജില്ലകളിലും ഈ കേസ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒരു ആദ്യ പ്രതികരണം തന്നെയാകും നിയമസഭയിൽ ഉണ്ടാകുക. കേസിൽ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കോടതി നടപടികൾ നടക്കുന്നു, കേസന്വേഷണം നടക്കുന്നു. ഇതിനിടെ ഈ അനന്തകുമാർ ഈ കേസിൽ മുഖ്യപ്രതിയാണെന്ന് പോലീസ് പറയുന്നു. അദ്ദേഹം ഇന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം അടക്കം നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി ഏറെ പ്രധാനമാണ്. കാരണം ഒരുപാട് സാധാരണക്കാരായുള്ള ആളുകളാണ് സന്നദ്ധ സംഘടനകൾ മുഖേന അവർ പകുതി വില നൽകി സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും അടക്കമുള്ളവ സ്വന്തമാക്കുന്നതിന് വേണ്ടി പണം നൽകിയത്. പിന്നീട് ഇവർക്ക് നൽകിയ പണം തിരിച്ചു കിട്ടിയിട്ടില്ല, സാധനവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ തട്ടിപ്പിനിരയായവരുടെ എണ്ണം എടുത്താൽ കോൺഗ്രസ് അത് സബ്മിഷനായി സഭയിൽ ഉന്നയിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട ലാലി വിൻസെന്റ് കോൺഗ്രസിന്റെ പ്രവർത്തകയാണ്. നജീബ് കാന്തപുരം അതിനിടനില നിന്നു എന്ന തരത്തിൽ അദ്ദേഹം തന്നെ വേണം ഈ പണം തിരികെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിമർശനം CPM ഉന്നയിക്കുന്നത് നജീബ് കാന്തപുരത്തിന് എതിരെ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി അതിന് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും ആരോപണങ്ങൾ കൂടി കോൺഗ്രസിനെതിരെ ഉണ്ടാകുമല്ലോ. ഇതിൽ അത്തരം ആരോപണങ്ങൾ വ്യക്തികൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളെ കേന്ദ്രീകരിച്ചാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് അതിൽ പിന്തുണയില്ല എന്നത് തന്നെയാണ്. കാരണം മാത്യു കുഴൽനാടനെതിരെ ഒരു മാധ്യമം ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ കുഴൽനാടൻ തൻ്റെ ഭാഗം വിശദീകരിക്കുകയും നിയമസഭയിൽ അകത്തടക്കം പ്രതിപക്ഷത്ത് ഇന്നലെ ചർച്ചയ്ക്കിടെ ബിജോയി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കുഴൽനാടൻ സ്പീക്കറുടെ അനുമതിയോടെ തന്നെ ഈ വിഷയത്തിൽ തന്നെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് നമ്മുടെ ബിനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആ ദിവസം 100 കോടിക്ക് അടുപ്പിച്ച് മാത്രമാണ് ഇതിന്റെ തട്ടിപ്പുണ്ടായിരുന്നത്. പിന്നീട് ഓരോ ദിവസം 1000 കോടിയോളം എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഒഫീഷ്യലി ഒരു സഭയിൽ ഇതിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര ആണെന്ന് പറയുമോ എന്നറിയില്ല. കാരണം അതിന്റെ ഇത് ക്രോഡീകരിക്കാനായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പല വഴിക്കാണ് പണം പോയിരിക്കുന്നത്, പല ആളുകളുടെയും പല രീതിയിൽ പോയ സ്ഥിതിക്ക് തന്നെ അതിന്റെ വ്യാപ്തി നമുക്ക് അനുമാനിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. കാരണം ടോട്ടൽ ഫോർ യു തട്ടിപ്പാണ് നമ്മുടെ മുന്നിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതലായി ഉള്ള അതിനെയും വെല്ലുന്ന തരത്തിലാണ് എല്ലാ ജില്ലകളും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ആളുകളും പാതിവില തട്ടിപ്പിൽ പെട്ടുപോയാണ്. മൂവാറ്റുപുഴ മേഖലയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം ഈ പ്രമീള ഗിരീഷ് കുമാർ ഇരിക്കുന്ന സമയത്ത് പ്രമീള ഗിരീഷ് കുമാർ പറയുന്ന ആ മേഖലയിൽ നിന്ന് മാത്രം 9 കോടി രൂപ പിരിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 36,000-ഓളം പരാതികൾ, 1000 കോടിയിലധികം. പ്രശാന്ത് വീണ്ടും ചേരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങനെ ഈ സഭയിൽ ഒരു കണക്ക് നമുക്ക് ഒരു പക്ഷേ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി സംബന്ധിച്ചും. പിന്നെ എല്ലാ ജില്ലകളിലും ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ച സാഹചര്യത്തിൽ ഓരോ ജില്ലകളിൽ നിന്നും പരാതികൾ പ്രവാഹമാണ് ഓരോ ദിവസവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഏകദേശ രൂപം ഇന്ന് സഭയിലൂടെ നമുക്ക് അറിയാൻ കഴിയുമല്ലേ? ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി ഇന്നൊരു കണക്ക് വിശദീകരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് മുഖ്യമന്ത്രി ഉയർത്താൻ സബ്മിഷൻ ആയതുകൊണ്ട് തന്നെ അത്ര സുദീർഘമായ ചർച്ചയ്ക്കുള്ള അവസരവുമില്ല. കോൺഗ്രസ് ആണ് ഈ വിഷയം ഉന്നയിക്കുന്നത്, പ്രതിപക്ഷ നേതാവാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ തട്ടിപ്പുമായി ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്നതിൻ്റെ സന്ദേശം കൂടി തന്നെ ആയിരിക്കും ഈ പാതിവില തട്ടിപ്പ് വിഷയം കോൺഗ്രസ് തന്നെ ഇന്നിപ്പോൾ നിയമസഭയിൽ സബ്മിഷനായി കൊണ്ടുവരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കുഴൽനാടനെതിരെ ഒരു മാധ്യമം ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അതിരൂക്ഷമായി രംഗത്തെത്തുകയും ഇന്നലെ സഭയ്ക്കകത്ത് തന്നെ സ്പീക്കറുടെ അനുമതിയോടെ ഇക്കാര്യത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ഒരു ആരോപണമായി ചർച്ചയ്ക്കിടെ ഉന്നയിച്ചപ്പോൾ അതിൽ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഭരണപക്ഷം ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ കോൺഗ്രസിന്റെ ആകെ ഈ തട്ടിപ്പിന് പങ്കുണ്ട് എന്ന ഒരു രാഷ്ട്രീയ ആരോപണം ഉയർത്തുമെന്ന് മനസ്സിലാക്കിയുള്ള പ്രതിരോധം ഒരു വശത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടി ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് ഈ പാതിവില തട്ടിപ്പ് വിഷയം സഭയിൽ സബ്മിഷനായി ഉയർത്തുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സുദീർഘമായ ചർച്ചയ്ക്കുള്ള അവസരമില്ലാതെ ഉപക്ഷേപമായതുകൊണ്ട് തന്നെ, പക്ഷേ എന്നിരുന്നാലും വസ്തുത എന്താണ് പോലീസ് ഈ കേസന്വേഷണത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന
ജനകീയ വാക്കിലൂടെയാണെങ്കിലും മുഖ്യമന്ത്രി സഭയിൽ പറയുമ്പോൾ അതിന്റെ ഗൗരവം കൂടുകയാണ്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി സംബന്ധിച്ചൊക്കെ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ വന്ന് പെട്ടുപോയതായും പറയുന്നു. കാരണം ചിലരെ കേന്ദ്രീകരിച്ചൊക്കെ വാർത്തകൾ അത് മാത്യു കുഴൽനാടൻ തുറന്നു പറയുകയും ചെയ്തു. ആ പ്രതി തന്നെ പിന്നീട് വന്ന് പറയുന്നു മാത്യു കുഴൽനാടനെ പങ്കില്ല. പക്ഷെ ചില ആളുകളെ കേന്ദ്രീകരിച്ച് പേര് പറയാൻ കഴിയാത്ത രീതിയിൽ ഇലക്ഷൻ ഫണ്ട്